1264 പോപ്പ് ഉർബൻ നാലാമൻ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നതുവരെ ദിവ്യകാരുണ്യ തിരുനാൾ പ്രാദേശിക തലത്തിലാണ് ആഘോഷിച്ചിരുന്നത്. ദിവ്യകാരുണ്യ തിരുനാളിന് പിന്നാലെ പ്രാഥമിക പ്രചോദനങ്ങളിലൊന്നായി ലീച്ചിലെ വിശുദ്ധ ജൂലിയാന കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ സാർവത്രിക ആഘോഷത്തിലേക്ക് നയിച്ച ഒരു ദിവ്യകാരുണ്യ അത്ഭുതവും ഉണ്ടായിരുന്നു. വിശുദ്ധ ജൂലിയാനയെ അവരുടെ ജീവിതകാലത്ത് സഹായിച്ച പുരോഹിതന്മാരിൽ ഒരാൾ പിന്നീട് പാപ്പയായി. ഉർബൻ നാലാമനാണ് ഈ പാപ്പ. അദ്ദേഹം വന്ന് ഇറ്റലിയിലെ ഓർവിയോട്ടോയിൽ താമസിക്കുമ്പോൾ ബോൾസേനയിൽ നിന്നുള്ള ഒരു വൈദികൻ തനിക്കുണ്ടായ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് സംസാരിച്ചു. ആ സമയത്ത് വൈദികൻ പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് നിരന്തരം സംശയാലുവായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയിൽ നിന്ന് തിരുരക്തം ഒഴുകാൻ തുടങ്ങി. ഭയന്ന വൈദികൻ അത് മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും രക്തത്തുള്ളികൾ ബലിപീഠത്തിൽ വീണ് ചുവന്ന പാടുകളുണ്ടായി. ഇത് കണ്ട് പശ്ചാത്താപം നിറഞ്ഞ വൈദികൻ പരിശുദ്ധ പിതാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എല്ലാം വെളിപ്പെടുത്തി. പോപ്പ് ഉർബൻ നാലാമൻ സംഭവം അന്വേഷിക്കുകയും അതൊരു അത്ഭുതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രാദേശിക തലത്തിൽ ഇതിനകം ആഘോഷിച്ചിരുന്ന പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കത്തോലിക്ക സഭ മുഴുവനിലും വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിന് ശേഷമുള്ള വ്യാഴാഴ്ച ലോകം മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആചരിക്കണമെന്ന് കൽപ്പിക്കുന്ന ഒരു ചാക്രിക ലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഈ തിരുനാൾ ഒരു കടമുള്ള ദിനമായി മാറുകയും കത്തോലിക്ക സഭയുടെ സാർവത്രിക കലണ്ടറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് കത്തോലിക്ക സഭയിൽ 100-ലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി സഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതം വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം തെളിഞ്ഞതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം കൂടിയാണിത്.